ഹലോ സാറേ, ഞാൻ ഓൺ ദ വേണം. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഫ്ലൈറ്റ് 2-3 മണിക്കൂർ ഡിലേ. അയ്യോ സാറേ, ഞാൻ ഇപ്പോൾ ഇറങ്ങിപ്പോയല്ലോ സാറേ. എന്നിട്ട് താനിപ്പോ എവിടെയായി? ഞാനിപ്പോൾ സാറേ, ഞാൻ എവിടെ ആയെന്നൊരു പിടിയില്ല. എന്തായാലും ഫ്ലൈറ്റ് 4-5 മണിക്കൂർ ഡിലേ അല്ലേ. താനപ്പോൾ അവിടെ നേരെ ഇച്ചിരി നേരമൊക്കെ ഒന്ന് കിടന്ന് വിശ്രമിച്ചിട്ടൊക്കെ വന്നാൽ മതി. എന്താ, ഓക്കെ അല്ലേ? ഓക്കെ, ശരി സാറേ. നീ കോൾ വിളിച്ചതും മെസ്സേജ് അയച്ചെല്ലാം ഞാൻ കണ്ടിരുന്നു. എനിക്കൊരു മാസം നീ സമയം താ. അപ്പോഴേക്കും എന്തെങ്കിലും പണിയെടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കടം വെട്ടിക്കോളാം. എടാ അനുസേ, നിനക്ക് പൈസ തന്നിട്ട് കുറച്ച് നാളായി. നീ ഇന്നും ഇന്നലെ അല്ലേ വട്ടിക്കാൻ തുടങ്ങിയത്. മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നിട്ടില്ലുണ്ടല്ലോ. നെക്സ്റ്റ് വീക്ക് എൻ്റെ ശിശുമല ചേച്ചിയുടെ വീട്ടിൽ പോകുമോ? നമുക്ക് പോടി. കവിதை അംഗത്തിൽ ഞാൻ തന്നത് സന്തത്തിൽ മാറാതെ നടയൊടു എൻ മുന്നേ യാർ വന്നത്.
ഹലോ എടാ നീ വിളിച്ചെന്നല്ലേ നേരത്തെ? എന്താണ് വിളിച്ചത്? എടാ പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അത് പറയാനുള്ള വിളിച്ചേ. എന്താടാ എന്താ പ്രശ്നം? എടാ എന്തിനാ ടെൻഷൻ വന്നേ? എടാ എന്താടാ? എടാ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? നീ ഇപ്പൊ എവിടെയാ? എടാ എനിക്കറിയില്ല, ഇത് ഏ സ്ഥലമാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ എങ്ങനെയില്ല രക്ഷിക്കടാ. ആരോ കൊല്ലാൻ വരുന്നല്ലേ? കൊല്ലാനോ? നീ ടെൻഷനാകാതടാ, നീ കരയല്ലേ. ആര് ആര് എന്നെ കൊല്ലാൻ? എനിക്കറിയില്ല. നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എങ്ങനെങ്കിലും നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത്? നീ ടെൻഷൻ അടിക്കാതെ ഒരു കാര്യം പറയട്ടെ, നീ ചത്തുപോയേക്കടാ. നിന്നെ കൊണ്ട് വലിയ തലവേദന. ഒന്നാമത് നിന്നെ രക്ഷിച്ച നിന്റെ പണമല്ല ഞാൻ തരണം. എങ്ങനെ വെച്ച് നോക്കിയാലും എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ചത്തു കഴിഞ്ഞാൽ നീ ആലോചിച്ച് നോക്ക്, പിന്നെ വേറെ ചൊറകളൊന്നുമില്ല. എൻ്റെ കഷ്ടകാല സമയത്ത് നിന്റെ അടുത്ത് നിന്ന് കുറച്ച് പണം മേടിച്ചു പോയി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം. അന്ന് മുതൽ നീ എന്നെ ഉറക്കാൻ പറ്റില്ല. ഇന്ന് തരുമോ നാളെ തരുമോ എന്ന് ചോദിച്ചു കോള് വിളിച്ചും മെസ്സേജ് അയച്ചും ഇറിറ്റേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഗുഡ് ബൈ, പോയി ചാടാ. ഒരിക്കൽ ജനനം ഒടുങ്ങും മുൻ മരണം, ചില പോലുറച്ചുവോ മനിതനിൻ മനം. ഒഴുകും രണമതിൽ ആശകളിൻ മണം, നീ കഴുകൻ തേടുന്ന പിണം. ഒരിക്കൽ ജനനം ഒടുങ്ങും മുൻ മരണം, ചില പോലുറച്ചുവോ മനിതനിൻ മനം. ഒഴുകും രണമതിൽ ആശകളിൻ മണം, നീ കഴുകൻ തേടുന്ന പിണം. നീ കാണുന്നതെല്ലാമേ മരണത്തിൻ നിറമോ? എനിക്കറിയില്ല ഇവിടെ എന്തോ നടക്കുന്നേന്ന്. പ്ലീസ് ഹെൽപ്പ് ഔട്ട്. രാത്രി ഇവരെ വിളിക്കാറുണ്ട്. മഴവില്ല് വിരിയുന്നു. എന്തോടെ രാത്രി തന്നെ പരിപാടി തന്നെ? അപ്പൊ അതുമില്ലാതെ വീഡിയോ കോളിംഗ് ഒക്കെ എന്നാ പരിപാടി തന്നെ പറ. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഒന്നൊക്കെ ലൈക്ക് ചെയ്യാൻ വയ്യായിരുന്നു. ഇപ്പൊ നിന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാട്ടിനി ഒറ്റയ്ക്കാണോ അതോ? ജീവിതമാകും യാത്രയിൽ വീണു പോകുന്ന മാത്രയിൽ ഉയിര് കളയുവാൻ മനം നിനച്ചാൽ തോള് തന്നവരെ ഓർക്കുക, ചോറ് തന്നവരെ ഓർക്കുക, ചോറ് തന്നവരെ ഓർക്കുക, കാത്തു നിന്നവരെ തന്നവരെ ഓർക്കുക. എടാ എങ്ങനെങ്കിലും ഹലോ എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ. ഹലോ കേൾക്കുന്നില്ല? ഹലോ നീ മരിക്കും മുൻ മരിക്കാതെ നോക്ക്. ഞാൻ ഈ USA കിടന്ന് ജോലി ചെയ്യുന്നിടത്ത് നിന്നെ എങ്ങനെ വന്ന് ഞാൻ രക്ഷിക്കും? പറ. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ശ്രമിക്കും. എങ്ങനെങ്കിലും അവിടെ ഞാൻ തിരക്കില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. നീ എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശരിയെന്നാ. ഓക്കെ. പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. കണ്ണടച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചു. കണ്ണടച്ചു. രാത്രി ആളെ വിളിച്ചിട്ട് കളിയാക്കുന്നോടാ. എടാ അന്തസ് വേണോടാ, അന്തസ്. നീ എനിക്ക് പുല്ല് വിലയല്ലായിരുന്നുള്ളൂ, പുല്ല് വില.
ചേട്ടാ വിളിച്ചേ? അയ്യോ, എന്ത് പറ്റി? മുഖത്ത് ചോര. കൊല്ലാൻ വരുന്നു. ഇനിയെങ്കിലും അതൊക്കെ പോട്ടെ കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. നെക്സ്റ്റ് വീക്ക് എന്റെ ശിശുമല ചേച്ചിയുടെ വീട്ടിൽ പോകുമോ? എന്നോട് ഇന്നും ചോദിച്ചു. പറയട്ടെ, പോകുമോ? നീ എന്തൊക്കെയാടി പറയുന്നേ? പറയട്ടെ, പോകുമോ? അവിടെ ഒരു സുഷിമല ചേച്ചി മനുഷ്യനോട് ചാൻ കിടക്കുമ്പോഴാ ജീവനോടുണ്ടോന്ന് പോലും അറിയില്ല. അപ്പോഴാ എടാ, നീ എന്നെ വിളിച്ചായിരുന്നു? എൻ്റെ കളിയാ ഷൂട്ടും കാര്യമൊക്കെ ഭയങ്കര തിരക്കായി പോയി. 2 ദിവസമായി ഇറങ്ങിയിട്ട്. നിനക്കെന്നാ പറ്റി? അതിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ല. ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കോടാ. പറ്റുമെങ്കിൽ അന്ന് രക്ഷിക്കടാ. നീ ഇപ്പൊ എവിടാ? ഇതിനാണോ നീ ഇപ്പൊ എന്നെ വിളിച്ചേ? നീ ഞാൻ പറഞ്ഞ നമ്പർ അങ്ങോട്ട് അടിപ്പെട്ടെന്ന്. ഓരോ പൊട്ടത്തരം കാണിച്ചിട്ട് 9512784497. എടാ, ഞാനിപ്പോ നിനക്ക് തന്ന നമ്പർ റെസ്ക്യൂ ടീമിന്റെ നമ്പറാ. അവര് ആ നമ്പർ നീ വിളിച്ച ഉടനെ അവര് നിന്റെ നമ്പർ ട്രാക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ എടുത്ത് വന്നോളും. നീ ഇപ്പം തന്നെ വിളിക്കണം ഞാൻ പറഞ്ഞ നമ്പർ കേട്ടോ. എടാ പൊട്ട, നോക്കിയിരിക്കാൻ വിളിക്കണം അങ്ങോട്ട്. This path was laid before her. Return.